ഒരു പണക്കാരൻ തന്റെ എൻഗേജ്മെന്റ് റിംഗ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അതെടുത്ത് ആ പണക്കാരന്റെ കയ്യിൽ നിന്ന് താഴേക്ക് പോയതാണെന്ന് വിചാരിച്ച് ആ കാറിന്റെ മുന്നിലേക്ക് ഓടിപ്പോകുന്നു. ഉടനെ തന്നെ ആ പണക്കാരൻ പുറത്തേക്ക് ഇറങ്ങി ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി കയ്യിലുണ്ടായിരുന്ന റിംഗ് അയാൾക്ക് നേരെ നീട്ടി ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോയതാണെന്ന് പറയുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്തുള്ള നിഷ്കളങ്കത അയാൾ കാണുന്നു. അയാൾ ആ പെൺകുട്ടിയോട് പേര് ചോദിക്കുന്നു. എന്നാൽ ആ പെൺകുട്ടി പറയുന്നു എല്ലാവരും എന്നെ മണ്ടി എന്നാണ് വിളിക്കുന്നത്. കൂടാതെ അവിടെയുള്ള കുപ്പത്തൊട്ടി കൈ കാണിച്ച് അതാണ് എന്റെ വീട് എന്നും പറയുന്നു. അപ്പോൾ അയാളുടെ അസിസ്റ്റന്റ് അവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കല്യാണ പെണ്ണിനെ നിങ്ങളുടെ സ്റ്റെപ്പ് മദർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അയാൾക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി. മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് നീ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ പെൺകുട്ടിക്ക് കല്യാണം പറഞ്ഞ എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നു നീ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഒരുപാട് ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു തരുമെന്ന്. ഭക്ഷണത്തിന്റെ കാര്യമായതുകൊണ്ട് ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ സമ്മതിക്കുന്നു. ശേഷം അയാൾ തന്റെ അസിസ്റ്റന്റിനോട് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത് അസിസ്റ്റന്റ് ആ പണക്കാരനെ വിളിക്കുന്നു. തലക്ക് കിട്ടിയ പരിക്ക് കാരണമാണ് ആ പെൺകുട്ടി 6 വയസ്സുകാരിയെ പോലെ പെരുമാറുന്നതെന്ന് പറയുന്നു. ആ പെൺകുട്ടി നോർമൽ ആവണമെങ്കിൽ എല്ലാ ഓർമ്മയും തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കണമെന്നും പറയുന്നു. എന്നാൽ ആ പണക്കാരെ ഇതൊന്നും കാര്യമാക്കി എടുത്തില്ല. കാരണം ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കത അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അയാൾ എന്നും ജോലി കഴിഞ്ഞു വന്ന് ആ പെൺകുട്ടിയുടെ ഒപ്പം കളിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഇത് തന്റെ സ്റ്റെപ്പ് മദറിന്റെ അടുത്ത് ആ പെൺകുട്ടി ഓടി എത്തുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം ആ പെൺകുട്ടി ഓടി കളിക്കുമ്പോൾ സ്റ്റെപ്പ് മദറിന്റെ മുന്നിൽ പെടുന്നു. അത് കണ്ടത് ആ പെൺകുട്ടി ഒരു വയസ്സായ കിഴവി ഇവിടെ വന്നിരിക്കുന്നു എന്ന് പണക്കാരനോട് പറയുന്നു. എന്നാൽ ആ പെൺകുട്ടിക്ക് ബുദ്ധിക്കുറവുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കുറച്ച് പണം കയ്യിലെടുത്ത് ഈ പണം ആ പെൺകുട്ടിക്ക് വേണോ എന്ന് ചോദിക്കുന്നു. ഈ പണം കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് മിഠായികളും വാങ്ങാം എന്ന് പറയുന്നു. മിഠായി എന്ന് കേട്ടത് ആ പെൺകുട്ടി ഉടനെ തന്നെ വേണമെന്ന് പറയുന്നു. എന്നാൽ ആ സ്റ്റെപ്പ് മദർ ഇത് വേണമെങ്കിൽ നീ മുട്ടൂത്തി എന്നോട് ചോദിക്കണേ എന്ന് പറയുന്നു. എന്നാൽ ആ പെൺകുട്ടി അതേപോലെ തന്നെ ചോദിക്കുകയും ചെയ്യുന്നു. ഇത്രയും സ്വത്തുക്കളെല്ലാം എങ്ങനെയാണ് ഈ ബുദ്ധിയില്ലാത്ത പെൺകുട്ടിക്കും കൂടി അനുഭവിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ പ്രശ്നമുണ്ടാക്കുന്നു. ഇതെല്ലാം കേട്ടെങ്കിലും നായകൻ ഇതൊന്നും ഇഷ്ടമാവാതെ ഇതെന്റെ പ്രിയപ്പെട്ട പെൺകുട്ടിയാണ്, ഇവളെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ കേട്ടു നിൽക്കില്ല എന്നും പറയുന്നു. അവർ അങ്ങനെ പണം വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ആ പെൺകുട്ടി പണമെല്ലാം പെറുക്കിയെടുത്ത് നായകന് കൊടുത്തിട്ട് മിഠായി വാങ്ങിട്ട് വരാൻ പറയുന്നു. സ്റ്റെപ്പ് മദർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവിടെ തന്റെ മകൻ ഇരിക്കുന്നുണ്ടായിരുന്നു. മകൻ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ നായകൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്നും ആ പെൺകുട്ടി മന്ദബുദ്ധിയാണെന്നും പറയുന്നു. എന്നാൽ ഇനി അവർക്ക് ഒരുപാട് നല്ല ദിവസങ്ങളില്ലായിരുന്നു. കൂടാതെ വെൻസ് ഗ്രൂപ്പിന്റെ ഹെഡ് പെട്ടെന്ന് തന്നെ കാണാതെയായിരുന്നു. ഇപ്പോൾ അവരുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഭാവി ഭർത്താവുമാണ് മാനേജ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് പുതിയ ഡീല് ഉറപ്പിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഇനി ഞാനായിരിക്കും നമ്മുടെ കുടുംബത്തിലെ മെയിൻ എന്നും പറയുന്നു. ഈ ഡീലിന്റെ കാര്യമെല്ലാം നായകന്റെ അസിസ്റ്റന്റ് നായകനെ കോള് വിളിച്ചു പറയുന്നു. ശരിക്കും ആ ഡീല് നായകന് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഈ സംസാരത്തിന്റെ നേരത്തെ പറഞ്ഞ പെട്ടെന്ന് തന്നെ കാണാതായ ഹെഡിന്റെ ഭാവി ഭർത്താവിന്റെ പേര് കോളിലൂടെ പറഞ്ഞതും ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ എന്തോ ആവുന്നു. മുൻപ് നടന്ന കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരുന്നു. എന്നാൽ ഓർമ്മ വന്ന രീതിക്ക് തന്നെ തിരിച്ചും പോകുന്നു. അങ്ങനെ നായിക ഒരു ദിവസം ബൊമ്മകൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് മദർ അവരുടെ ജോലിക്കാരിയും അവിടേക്ക് വരുന്നു. ഇന്ന് എന്റെ മകന്റെ ഒരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് ഇവളെയും റെഡിയാക്കിയിട്ട് കൊണ്ടുവരാൻ ജോലിക്കാരിയോട് പറയുന്നു. ഉടനെ തന്നെ നായകൻ ആ മെസ്സേജ് എത്തുകയും ചെയ്യുന്നു. ആ പരിപാടിയുടെ അവിടെ എല്ലാവരും നായിക ഭയങ്കര ഭംഗിയുണ്ടെന്ന് പറയുന്നു. എന്നാൽ നായിക ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. നായികയെ നാണം കെടുത്താൻ സ്റ്റെപ്പ് മദർ ഓരോ കാര്യങ്ങൾ ചെയ്തെങ്കിലും അതെല്ലാം അവർക്ക് തന്നെ നായിക തിരിച്ചു കൊടുക്കുന്നു. അവിടെയുള്ളവർക്ക് നായികയെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അപ്പോഴേക്കും നായിക കുതിര കളിക്കാമെന്ന് പറഞ്ഞ് സ്റ്റെപ്പ് മദറിന്റെ മേലെ കയറിയിരിക്കുന്നു. അത് തടുക്കാമെന്ന വേലക്കാരിയെയും തള്ളിവിടുന്നു. രണ്ടാം അമ്മ അങ്ങനെ അലറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ അവിടേക്ക് വന്ന് നായികയെ വിളിക്കുന്നു. നായിക നായകനെ കണ്ടതും ഓടി വരുന്നു. നായകന്റെ രണ്ടാനമ്മ പറയുന്നു ഇവൾ കാരണം നമ്മുടെ കുടുംബത്തിന്റെ മാനം തന്നെ ഇപ്പൊ പോയി. എന്നാൽ എന്റെ ഭാര്യയെ ഇത്രയും പേരുടെ മുന്നിൽ കളിയാക്കാൻ ശ്രമിച്ച നിങ്ങൾ കാരണമല്ലേ കുടുംബത്തിന്റെ പേര് പോകുന്നു എന്ന് നായകൻ ചോദിക്കുന്നു. അങ്ങനെ നായിക അവിടെ നിന്ന് പോയി ഇനി പരിപാടിയിൽ നേരെ പോവാൻ നായിക ഡ്രസ് മാറ്റുന്ന സമയത്ത് നായകന്റെ രണ്ടാനമ്മ അവിടേക്ക് വരുന്നു. അവിടെ വന്ന് നായികയെ നായകന്റെ സ്പൈ ആക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞത് രണ്ടാനമ്മ നായികയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു അടിപിടി ഉണ്ടാവുന്നു. അതിൽ രണ്ടാനമ്മ നായികയുടെ തല അവിടെ മുട്ടിക്കുന്നു. ഇത് മറച്ചു വെക്കാനായി നായികയെ പരിപാടിയുടെ ഇടയിൽ കൊണ്ടിരുത്തുന്നു. എന്നാൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ നായികയെ മുന്നേ അപകടപ്പെടുത്തിയ നായികയുടെ മുൻ ഭാവി ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അവൻ നായികയെ കാണുകയും അത് നായികയാണെന്ന് ഉറപ്പിക്കാനും ശ്രമിക്കുന്നു. പക്ഷെ ഈ ഒരു ഇടിയോടെ നായികയ്ക്ക് നഷ്ടപ്പെട്ട ഓർമ്മകളെല്ലാം തിരിച്ചു വരുന്നു. എന്നാൽ നായിക ഇതൊന്നും തുറന്നു പറഞ്ഞില്ല. അവിടെ വീണ്ടും മണ്ടിയായി അഭിനയിക്കാൻ തുടങ്ങുന്നു. കൂടാതെ ഭാവി ഭർത്താവായിരുന്നവന് ഒരു അടിയും കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു എനിക്ക് പ്രേതങ്ങളെ കാണാൻ പറ്റും, ഇവർ ആരെയോ കൊന്നു എന്നും പറയുന്നു. ആ സമയത്ത് അവിടെയെല്ലാം റൂമേഴ്സ് പരക്കുന്നു. നായിക ഈ സമയം മുതലെടുത്ത് ഭാവി ഭർത്താവായിരുന്നവനെ തിരിച്ചും മറിച്ചും തല്ലാൻ തുടങ്ങുന്നു. നായിക ഇവരെല്ലാരും കൂടി പുറത്താക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നായകൻ അവിടേക്ക് വരുന്നു. നായകന്റെ അടുത്ത് ഓടിപ്പോയിട്ട് എന്നെ ഇവർ കളിയാക്കുകയും തല്ലുകയൊക്കെയാണെന്ന് പറയുന്നു. നായകൻ തന്റെ ബോഡി ഗാർഡ്സിനോട് അവരെ എല്ലാം വളയാൻ പറയുന്നു. അതിലേക്ക് രണ്ടാനമ്മയെ ഇടപെടാൻ വരുന്നു. എന്നാൽ അവരെയെല്ലാം നായകൻ വാക്കുകൾ കൊണ്ട് പെരുമാറി നായികയും തൂക്കി അവിടെ നിന്ന് പോകുന്നു. നായിക അന്ന് രാത്രി തന്നെ ഒരാളെ വിളിച്ച് നേരിട്ട് കാണണമെന്ന് പറയുന്നു. എന്നാൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് നായകനും കൂടെ ഉണ്ടായിരുന്നു. പുറത്ത് പോകുന്ന സമയത്ത് നായികയ്ക്ക് വയറുവേദനയാണ് പറഞ്ഞ് റെസ്റ്റ് റൂം വരെ പോയിട്ട് വരാമെന്ന് പറയുന്നു. നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് നായകനും പറയുന്നു. എന്നാൽ നായിക മറ്റൊരാളെ കാണാനായിരുന്നു പോയത്. അയാളോട് കമ്പനിയുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യാൻ 3 ദിവസത്തിന് ശേഷമുള്ള മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുമെന്നും പറയുന്നു. എന്നാൽ നായികയെ കുറെ നേരമായിട്ടും കാണാത്തത് കൊണ്ട് നായകന്റെ ആളുകളെ വെച്ച് എല്ലാവരെയും തപ്പാൻ പറയുന്നു. അപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ നായിക വരികയും ചെയ്യുന്നു. അപ്പോൾ
ഭാവി ഭർത്താവായിരുന്ന ആൾ അവിടേക്ക് വരുന്നു. മുൻപ് സംഭവിച്ചതിനെല്ലാം മാപ്പും പറഞ്ഞ് ഒരു സമ്മാനമായി ഒരു നെക്ലസും കൊടുക്കുന്നു. ആ നെക്ലസ് തന്റെ സ്വന്തം 23-ാം പിറന്നാളിന് നായിക തന്നെ തനിക്ക് വേണ്ടി വാങ്ങിയ നെക്ലസ് ആയിരുന്നു അത്. ആ നെക്ലസ് എടുത്ത നായിക വലിച്ചെറിയുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ ഭർത്താവ് മറ്റുള്ളവരെ തരുന്നതൊന്നും വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. കൂടാതെ നായകൻ അപ്പൊ തന്നെ കയ്യിൽ നിന്നൊരു വേറൊരു നെക്ലസ് എടുക്കുന്നു. കൂടാതെ ഇത് നിങ്ങളുടെ വെൻസ് ഗ്രൂപ്പിനെയും കാട്ടിയും വിലയുള്ളതാണെന്നും പറയുന്നു. എന്നിട്ട് അവർ രണ്ടാളും ഭാവി ഭർത്താവിനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അടുത്തൊരു പാർട്ടി നടക്കുന്ന സമയത്ത് നായിക ചുവന്ന ഡ്രസ്സും മാസ്ക് എല്ലാം ധരിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. അവിടെയുള്ള ആർക്കും ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. നായകന് നായികയാണെന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നായികയുടെ സിസ്റ്ററും ഭാവി ഭർത്താവും നായികയുടെ വഴി തടയുന്നു. അവിടെയുള്ള എല്ലാവരും ഈ പെൺകുട്ടിയെ പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നു. കൂടാതെ ഈ പെൺകുട്ടിയും ആ അനിയത്തിയും തമ്മിൽ വാക്കുതർക്കമാവുന്നു. ആ അനിയത്തിക്ക് അങ്ങനെ ദേഷ്യം വന്ന് നായികയെ തല്ലാനും നോക്കുന്നു. ഈ സമയത്ത് മറ്റൊരാൾ നായികയെ രക്ഷിക്കാനായി അവിടേക്ക് വരുന്നു. എന്നിട്ട് നായികയുടെ കൈകയറി പിടിക്കാനും നോക്കുന്നു. അപ്പോൾ നായിക കയ്യിലുള്ള വൈനെടുത്ത് അവന്റെ മുഖത്തേക്ക് ഒഴിച്ച് ഗ്ലാസ് എടുത്ത് ആ അനിയത്തിയുടെ അടുത്തേക്ക് എറിയുന്നു. അപ്പോൾ ആ അനിയത്തി നായികയെ വീണ്ടും തല്ലാൻ നോക്കുന്നു. നായിക അത് ലെഫ്റ്റിൽ ബ്ലോക്ക് ചെയ്ത് റൈറ്റിൽ ഒരു തിരിച്ചടി കൊടുക്കുന്നു. അങ്ങനെ അവരെല്ലാരും കൂടി നായികയെ പുറത്താക്കാൻ പറയുന്നു. പക്ഷെ എന്നെ ആരെങ്കിലും തൊടാനെങ്കിലും ശ്രമിച്ചാൽ ഞാൻ നിങ്ങളാരും വെറുതെ വിടില്ല എന്ന് നായിക പറയുന്നു. ഈ കോൺഫിഡന്റ് കണ്ട് എല്ലാരും ഭയപ്പെടാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് നായികയുടെ ലാസ്റ്റ് പേര് ഫെങ്ങ എന്ന് പറയുന്നു. അവിടെയുള്ള എല്ലാവരും കൺഫ്യൂഷനിലാവുന്നു. കാരണം ഈ ജനറേഷനിൽ ഫെങ് ഫാമിലി ഏത് പെൺകുട്ടിയും ജനിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നായിക പറയുന്നു, എന്നെ അവർ പുതിയതായി അഡോപ്റ്റ് ചെയ്തതാണ്. കൂടാതെ ആ സമയത്ത് നായിക ചെയ്ത ഒരു കാര്യം നായകന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. കാരണം മുൻപൊരിക്കൽ ഇതുപോലെ നായിക ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കും നായികയാണെന്ന് നായകന് സംശയമാവുന്നു. അങ്ങനെ അവിടേക്ക് ഫെങ് ഫാമിലിയുടെ മാനേജർ അവിടേക്ക് വന്ന് അതിലെ തലവനെ കോൾ വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും ഉള്ളതാണെന്നും പറയുന്നു. ആ സമയത്ത് നായികയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒരാളെ ആ മാനേജർ ചവിട്ടി വീഴ്ത്തുന്നു. എന്നിട്ട് ഞങ്ങളുടെ യങ് ലേഡിയെ തൊടാൻ നീ ആരാണെന്നും ചോദിക്കുന്നു. എന്നിട്ട് എല്ലാവരോടും പറയുന്നു, ഇവിടെ ആരെങ്കിലും ഞങ്ങളുടെ യങ് ലേഡിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവരെല്ലാവരും ഇവിടെ നിന്ന് ഒരു കാലം ഒടിഞ്ഞിട്ടേ പോവുള്ളൂ എന്നും പറയുന്നു. എന്നിട്ട് അയാളുടെ കാല് ഒടിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് നായകന്റെ ഭാര്യയെ അന്വേഷിക്കാൻ പോയ മാനേജറിന് അവിടെ നായിക ഇല്ല എന്നും പറയുന്നു. അപ്പോൾ നായകന് ഉറപ്പായി ഇത് തന്റെ ഭാര്യയാണെന്ന്. അത് കഴിഞ്ഞ് ഫെങ് ഫാമിലിയുടെ മാനേജർ അനിയത്തിയുടെയും ഭാവി ഭർത്താവിന്റെ നേരേക്ക് തിരിഞ്ഞു. ഇത് വലിയ പ്രശ്നമാവും എന്ന് അറിയുന്നതുകൊണ്ട് ഭാവി ഭർത്താവ് അനിയത്തിക്കിട്ട് ഒരു അടി കൊടുക്കുന്നു. എന്നിട്ട് നായികയുടെ മാപ്പ് പറയാനും പറയുന്നു. അങ്ങനെ അനിയത്തി മാപ്പ് പറയുന്ന സമയത്ത് നായിക വീണ്ടും ഒരു അടി കൊടുക്കുന്നു. എന്നിട്ട് നായിക അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് അവിടെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയുള്ള ലേലമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൽ നായികയും ഭാവി ഭർത്താവും ഓരോന്നും കൂട്ടിക്കൂട്ടി പറയാൻ തുടങ്ങി. എന്നാൽ ഭാവി ഭർത്താവ് 100 മില്യൺ ഡീൽ ഉറപ്പിച്ചു. ശേഷം പണ്ട് നായികയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്ത്രീധനമായി വാങ്ങിയ 100 മില്യൺ ഉള്ള കാർഡ് അവർക്ക് കൊടുക്കുന്നു. പക്ഷേ അതിൽ പേയ്മെന്റ് ഫെയിലായി വരുന്നു. ഭാവി ഭർത്താവ് ശ്രമിച്ച അതും വീണ്ടും ഫെയിലായി വരുന്നു. അവിടെയുള്ളവർ ഇതിനെപ്പറ്റി പറഞ്ഞ ഭാവി ഭർത്താവിനെ കളിയാക്കാൻ തുടങ്ങുന്നു. കൂടാതെ ഇത് സ്ത്രീധനമായി വാങ്ങിയതല്ലേ എന്നും ചോദിക്കുന്നു. കൂടാതെ അവിടെയുള്ളവർ പറയുന്നു, ഈ ലേലത്തിൽ പറഞ്ഞിട്ട് ആരെങ്കിലും പണം കൊടുക്കാതെ ഇരുന്നാൽ കമ്പനിയിലേക്ക് ബാങ്ക്രപ്റ്റ് വരികയും എല്ലാ അസറ്റും ഫ്രീസ് ചെയ്യുകയും മൊത്തം കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ആക്കുകയും ചെയ്യൂ എന്ന് പറയുന്നു. അങ്ങനെ നടക്കാതിരിക്കാൻ ആരുടെയും കയ്യിൽ നിന്ന് 100 മില്യൺ വാങ്ങണമെന്ന് ഭാവി ഭർത്താവിന് മനസ്സിലാവുന്നു. അങ്ങനെ നായികയുടെ നേരേക്ക് അയാൾ തിരിയുന്നു. എന്നിട്ട് ഇത് നായികയോട് ചോദിക്കുന്ന സമയത്ത് നായിക അത് ഞാൻ തന്നെ വാങ്ങാമെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് വെങ് ഫാമിലിയുടെ ഒരു 5% ഇക്വിറ്റിയും വേണം. ഇവിടെ നിൽക്കുന്ന ഈ അനിയത്തെ എന്റെ അടുത്ത് മുട്ടുകൊത്തി മാപ്പ് പറയണമെന്നും പറയുന്നു. മുൻപിൽ വേറെ വഴിയൊന്നുമില്ലാതെ ഭാവി കല്യാണ ചെക്കൻ അതിന് സമ്മതിക്കുന്നു. ശേഷം സിസ്റ്റർ ഇൻ ലോന് 2 തല്ലും കൊടുത്ത് നായികയുടെ മുന്നിൽ മുട്ടുകുത്തിക്കുന്നു. എന്നിട്ട് നായികയോട് സാറ്റിസ്ഫൈഡ് ആയോ എന്ന് ചോദിക്കുന്നു. ശേഷം നായിക ആ ഡീലെടുത്ത് പേയ്മെന്റ് നടത്തുന്നു. ശേഷം നായിക അവിടുന്ന് പോയി കഴിഞ്ഞ് സിസ്റ്റർ ഇൻ ലോ ഭാവി കല്യാണ ചെക്കനോട് പറയുന്നു, അതെന്റെ ചേച്ചിയാണ്, അവൾ മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അയാൾ അത് വിശ്വസിച്ചില്ല. അതിനുശേഷം നായിക ഒരു സ്ഥലത്ത് നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എനിക്ക് ആരുമില്ല, എനിക്കൊരു ഭാഗ്യം പോലും ഇല്ല എന്ന് പറഞ്ഞ പുലമ്പുന്നു. നായകൻ അവിടെ വന്ന് നായികയെ തടയുമ്പോഴേക്കും നായിക ഫിറ്റായി മയങ്ങി വീഴുന്നു. നായിക എന്നിട്ട് കാറിൽ കെട്ടി നായികയുടെ ഒരു മുടിയെടുത്ത് തന്റെ അസിസ്റ്റന്റിന് കൊടുക്കുന്നു. ഈ മുടി വെൻസി ഫാമിലിയായിട്ട് മാച്ച് ആവുണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. അങ്ങനെ നായികയുടെ ബോധമെല്ലാം വരുമ്പോഴേക്കും രാവിലെ ആവുന്നു. രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നായകൻ ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണമെന്ന് നായികയോട് പറയുന്നു. നായിക മണ്ടിയല്ലെന്ന് നായകന് കുറച്ച് മനസ്സിലായെങ്കിലും നായിക വീണ്ടും അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്റെ രണ്ടാം അമ്മയുടെ മകനെ കാലൊടിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ എന്തായാലും പോണെന്ന് പറയുന്നു. അങ്ങനെ രണ്ടാം അനിയനെ കാണാൻ അവർ ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ പോയതും ആ രണ്ടാനമ്മ പറയുന്നു, ഈ പെൺകുട്ടി വന്നതുകൊണ്ട് നമുക്ക് കഷ്ടകാലം തുടങ്ങിയിരിക്കും, അതുകൊണ്ടാണ് എന്റെ മകന്റെ കാലൊടിഞ്ഞത് എന്ന് പറയുന്നു. ആ രണ്ടാം അനിയനും അങ്ങനെ തന്നെ പറയുന്നു. നായകൻ ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെടാൻ നിൽക്കുന്ന സമയത്ത് നായിക പറയുന്നു, ദേഷ്യപ്പെടില്ല, ഞാൻ ഇവർക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ നായിക കൊണ്ടുവന്ന സമ്മാനം മരിച്ചവർക്ക് കൊടുക്കേണ്ട സമ്മാനമായിരുന്നു. അതുകൊണ്ട് രണ്ടാനമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് നായികയെ തല്ലാനും പോകുന്നു. പക്ഷേ നായകൻ അവിടെ ഉള്ളതുകൊണ്ട് രണ്ടാനമ്മന്റെ കൈ പിടിച്ച് തള്ളിവിടുന്നു. അതിനുശേഷം നായിക കൊണ്ടുവന്ന തുണിയെടുത്ത് ആ മകന്റെ മേലെ എറിയുന്നു. ദേഷ്യമെന്ന് ആ മകൻ തൊട്ടടുത്തുള്ള ഗ്ലാസ്സിലുള്ള വെള്ളം ഒഴിച്ചു കളയുന്നു. നായിക ഇതൊരു അവസരമാക്കിയെടുത്ത്, ഓ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കളിക്കുകയാണെന്നല്ല പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ചുടുവെള്ളം എടുത്ത് രണ്ടാനമ്മയുടെ മകന്റെ മേലെ ഒഴിക്കുന്നു. ഇത് കണ്ട് നായകൻ ചിരിക്കാനും തുടങ്ങുന്നു. ശേഷം നായിക വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ ജോലിക്കാരി നായികയെ ഉപദേശിക്കാൻ തുടങ്ങുന്നു. നായിക കൊടുത്ത തുണി മരിച്ചവർക്ക് കൊടുക്കുന്നതാണെന്നും അതാർക്കും ഗിഫ്റ്റ് കൊടുക്കാനും പാടില്ല എന്ന് ആ ജോലിക്കാരി പറയുന്നു. നായിക ഇതൊന്നും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നായികയുടെ ഭാവി കല്യാണ ചെക്കനായിരുന്നവൻ ആ ഡീലിന്റെ കാര്യമെല്ലാം ആലോചിച്ച് തല പുകഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് തന്റെ അസിസ്റ്റന്റിനോട് പറയുന്നു, നീ ഇതെല്ലാം ശരിയാക്കണം, നിനക്കാകെ ഒരു ദിവസമേ സമയമുള്ളൂ എന്ന്, ഇല്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യുമെന്ന് പറയുന്നു. കൂടാതെ ആ ഡീൽ
ഡീലിന് വേണ്ടി നടന്നതെല്ലാം ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. നായിക അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക ഒരു മെസ്സേജ് വരുന്നു. അത് നായികയുടെ മുന്നത്തെ ഭാവി ഭർത്താവ് അയച്ചതായിരുന്നു. നായിക ആ മെസ്സേജിന് റിപ്ലൈയും കൊടുത്ത് വീട്ടിലെ ജോലിക്കാരി കാണാതെ നായിക അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ജോലിക്കാരിക്ക് വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിൽക്കുന്നു. നായിക ഓടിപ്പോയത് കൊണ്ട് ജോലിക്കാരി നേരെ നായകനെ വിളിച്ചു പറയുന്നു. മുന്നത്തെ പോലെ ടെൻഷൻ അടിക്കാതെ നായകൻ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം എന്തായെന്ന് തന്റെ അസിസ്റ്റന്റിനോട് നായകൻ ചോദിക്കുന്നു. എല്ലാം നല്ല രീതിക്ക് നടക്കുന്നുണ്ട്, റിപ്പോർട്ട് വന്നാലുടനെ ഞാൻ നിങ്ങൾക്ക് അയക്കാമെന്ന് അസിസ്റ്റന്റ് നായകനോട് പറയുന്നു. പിന്നെ രഹസ്യമായി നായികയെ സംരക്ഷിക്കാൻ ഒരാളെ അയക്കണമെന്ന് നായകൻ പറയുന്നു. അപ്പോൾ അതും ശരിയാക്കാമെന്ന് അസിസ്റ്റന്റ് പറയുന്നു. നായിക വീട്ടിൽ നിന്ന് നേരെ പോയത് ഭാവി ഭർത്താവായിരുന്നവനെ നേരിൽ കാണാനായിരുന്നു. നായിക മാസ്കും ധരിച്ചായിരുന്നു പോയത്. അവിടെ എത്തി എന്തെങ്കിലും ഓർഡർ ചെയ്തോളൂ എന്ന് ഭാവി ഭർത്താവായിരുന്നവൻ പറയുന്നു. നായിക മെനു കാർഡിലെ പകുതിയോളം സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു. അതിന്റെ കൂടെ എനിക്കും കൂടെ മനസ്സിലാവാത്ത കാര്യം എന്താന്ന് വെച്ചാൽ നായിക ചോക്ലേറ്റ് ഇല്ലാത്ത ചോക്ലേറ്റ് കേക്ക് കൂടെ വേണമെന്ന് പറയുന്നു. ഇത് കേട്ടത് നായിക എന്താ പറയുന്നതെന്ന് അവർ ആലോചിക്കുന്നു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയത്താണ് കേക്ക് കൊണ്ടുവന്നത്. മരിച്ചു എന്ന് വിചാരിച്ച വെൻഷിനെ പോലെയായിരുന്നു നായികയും കേക്ക് കഴിക്കുന്നതെന്ന് ഭാവി ഭർത്താവായിരുന്നവൻ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് ഷോക്കായി സൗണ്ടും ഇടുന്നു. ആ സമയത്ത് തൊട്ടടുത്തിരിക്കുന്നവർ അവനെ മനസ്സിലാക്കുന്നു. ഇത് ന്യൂസിൽ കണ്ട ആളല്ലേ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. കൂടാതെ നായികയെ കൊന്നതും ഇയാളാണെന്ന് പറയുന്നു. ഇത് കേട്ടതും ഭാവി ഭർത്താവായിരുന്നവൻ ഇനി ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ നിങ്ങളെല്ലാം പിടിച്ച് ജയിലിലാക്കുമെന്ന് പറയുന്നു. ശേഷം നായിക പറയുന്നു, എനിക്ക് അങ്ങനെ ആരും ഫ്രണ്ട്സ് ആയിട്ടില്ല, അപ്പോൾ എന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ നിങ്ങൾ എന്തായാലും വരണമെന്ന് പറയുന്നു. അപ്പോൾ ഉറപ്പായിട്ടും വരുമെന്ന് ഭാവി ഭർത്താവായിരുന്നവൻ പറയുന്നു. അങ്ങനെ പാർട്ടി നടക്കുന്ന സമയത്ത് ഭാവി ഭർത്താവായിരുന്നവൻ ജ്യൂസിൽ എന്തോ കലക്കുന്നു. അത് നായികയ്ക്ക് കൊടുത്തത് നായിക മയങ്ങി വീഴുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ജോലിക്കാരിയോട് നായികയെ റൂമിൽ കൊണ്ടുകിടത്താൻ ഭാവി ഭർത്താവ് പറയുന്നു. അങ്ങനെ അവർ റൂമിലെത്തിയ സമയത്ത് നായിക ശരിക്കും മയക്കത്തിലല്ലായിരുന്നു. അങ്ങനെ ആയത് കാണിക്കാൻ കാരണം ഭാവി ഭർത്താവായിരുന്നവന്റെ ഫോൺ അടിച്ചു മാറ്റാനായിരുന്നു. എന്നിട്ട് ആ ഫോൺ ഉപയോഗിച്ച് മറ്റൊരാളെ വിളിച്ച ഭാവി ഭർത്താവായിരുന്നവൻ കുടിച്ച് മയങ്ങി വീണെന്നും റൂമിൽ കിടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു പറയുന്നു. ഇതെല്ലാം നായികയുടെ പ്ലാൻ ആയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഭാവി ഭർത്താവായിരുന്നവനെ ഒരു ജോലിക്കാരൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അയാൾ അത് നായികയാണെന്ന് വിചാരിച്ച് അവർ സന്തോഷത്തിലാവാൻ നോക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞെന്ന് കുറെ റിപ്പോർട്ടേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നു. ആ സമയത്ത് അവിടെ അവർ രണ്ടാളും ഒരു ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു. എന്നിട്ട് അവർ പറയുന്നു, നിങ്ങൾ തമ്മിൽ ഇങ്ങനെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇത് ശരിക്കും മിസ്സിസ് ഫെങ് ആണോന്ന് ചോദിക്കുന്നു. കൂടാതെ നിങ്ങളുടെ ഫിയാൻസി നിങ്ങൾ ചതിക്കുകയല്ലെന്നും പറയുന്നു. എന്നാൽ അങ്ങനെയൊന്നുമല്ല, എനിക്കാരോ ഡ്രഗ് തന്നിട്ട് ഇങ്ങനെ കിടത്തതാണെന്ന് പറയുന്നു. എന്നിട്ട് കിടക്കുന്ന പെണ്ണിനോട് എനിക്ക് ഓൾറെഡി ഒരാളെ ഇഷ്ടമാണ്, പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. പക്ഷെ ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ നായിക ഇതെല്ലാം പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഭാവി ഭർത്താവ് വീണ്ടും ശരി, ഞാൻ നിന്നെ കല്യാണം കഴിക്കണമല്ലേ, ശരി എന്നാൽ കഴിക്കാമെന്ന് പറയുന്നു. അയാൾ വിചാരിച്ചു വലിയൊരു പണക്കാരിയായ നായികയാണ് ഇവിടെ കിടക്കുന്നതെന്ന്. പക്ഷെ അത് ശരിക്കും നായികയുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിരുന്നു. അത് കണ്ടതും എല്ലാവരും ഞെട്ടി. നീ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല, ഇന്നലെ നീ അടിച്ചു ഫിറ്റായി മയങ്ങിപ്പോയെന്ന് കോള് വന്നതുകൊണ്ട് വന്നതാണ്. പക്ഷെ എത്തിയതും ആരെന്നെ റൂമിലിട്ട് പൂട്ടുകയും മയക്കി കിടത്തുകയും ചെയ്തു എന്ന് പറയുന്നു. ഇത് കണ്ട റിപ്പോർട്ടേഴ്സ് എല്ലാവരും ഈ ന്യൂസ് കവർ ചെയ്യുന്നു. എന്നിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു. പക്ഷെ അവർ പറയുന്നു ഇതെല്ലാം നായിക ചെയ്തുണ്ടാക്കിയതാണെന്ന്. എന്നാൽ ആ സമയത്ത് നായിക അവിടേക്ക് വരുന്നു. അപ്പോൾ ഭാവി ഭർത്താവ് നീ എന്തുകൊണ്ട് അവിടെ ഇല്ലാതിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അപ്പുറത്തെ റൂമിലായിരുന്നു എന്ന് പറയുന്നു. അത് എത്ര നന്നായി എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് നായിക പറയുന്നു. എന്നാൽ അവർ വീണ്ടും വീണ്ടും പറയുകയാണ് നായിക കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. ആ സ്റ്റെപ്പ് സിസ്റ്ററിന്റെ ഇന്നസെൻസ് നായിക കാരണം നശിപ്പിച്ചു എന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ ആ സമയത്ത് നായിക അവർക്ക് നേരെ ഒരു ഫോട്ടോ കാണിക്കുന്നു. അത് ആ ഭാവി ഭർത്താവും സ്റ്റെപ്പ് സിസ്റ്ററും തമ്മിലുള്ള സന്തോഷ നിമിഷങ്ങളായിരുന്നു. ഈ സമയത്ത് നായകന്റെ അസിസ്റ്റന്റിന് നായികയെ പറ്റിയുള്ള എല്ലാ റിപ്പോർട്ട്സും കിട്ടുന്നു. അതിൽ നായിക തന്നെയാണ് വെൻഷിയെന്നും ഫെങ് ഗ്രൂപ്പിന്റെ സക്സസറും പിന്നെ സാറിന്റെ വൈഫും എല്ലാം നായിക തന്നെയാണെന്ന് അവർ പറയുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് രൂക്ഷമാവുന്നു. അവരുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം റിപ്പോർട്ടേഴ്സ് എടുക്കുന്നു. അങ്ങനെ ആ സമയത്ത് നായിക അവിടെ നിന്ന് പോകുന്നു. പ്രതീക്ഷിക്കുന്ന കാര്യം എന്തായിരുന്നു വെച്ചാൽ നായകനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നായിക തിരിച്ചു പോകാനായി ലിഫ്റ്റിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന രണ്ടുപേർ നായകനെ പറ്റി ഓരോ കാര്യങ്ങൾ പറയുന്നു. നായകനെ കല്യാണം കഴിക്കണമെന്നും നായകന്റെ ഓണർഷിപ്പിനെ പറ്റിയും. അപ്പോഴാണ് നായിക മനസ്സിലാക്കുന്നത് നായകനാണ് ഫെങ്ഷാങ് ഗ്രൂപ്പിന്റെ സിഇഒ എന്ന്. അങ്ങനെ നായകനും നായകന്റെ അസിസ്റ്റന്റ് വണ്ടിയിൽ പോകുന്ന സമയത്ത് നായിക മുന്നത്തെ ഭാവി ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നായകൻ ചോദിക്കുന്നു. അസിസ്റ്റന്റ് പറയുന്നു അവർ ഒരുമിച്ച് ഒരു ഓർഫനേജിൽ വളർന്നതാണെന്നും അവർ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരാണെന്നും. ഇത് കേട്ടതും നായകന് പൊസസീവ് അടിക്കാൻ തുടങ്ങുന്നു. കൂടാതെ ഒരു വർഷം മുന്നാണ് അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതെന്നും പറയുന്നു. അതിന്റെ ഒപ്പം നായികയുടെ പഴയ ഫോണും എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് പറയുന്നു. അത് എന്നിട്ട് നായകന്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നായകൻ തിരിച്ച് വീട്ടിലെത്തുന്നു. ഇതുവരെയായിട്ടും നായിക തിരിച്ച് വീട്ടിൽ വന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ജോലിക്കാരി പറയുന്നു മേഡം നേരത്തെ വന്നിട്ടുണ്ടെന്ന്. കുറച്ചു കഴിഞ്ഞ് നായിക ജോലിക്കാരിയോട് എന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകന് അസുഖമാണെന്നും നായകന് കുടിക്കാൻ വേണ്ടി സൂപ്പ് ഉണ്ടാക്കുകയാണെന്നും പറയുന്നു. നായകന് അസുഖമാണെന്ന് അറിഞ്ഞ് നായകനെ നോക്കാൻ വരുന്നു. ആ സമയത്ത് നായികയുടെ പഴയ ഫോൺ അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടതും തന്റെ പഴയ ഭാവി ഭർത്താവിന് പണികൾ ഓരോന്നായി കൊടുക്കാനുള്ള ഐഡിയകൾ നായികയുടെ തലയിൽ ഉദിക്കുന്നു. അപ്പോഴാണ് നായിക ശ്രദ്ധിക്കുന്നത് നായകന്റെ സൈഡിൽ നായികയെ പറ്റി അന്വേഷിച്ച റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. താൻ ആരാണെന്ന് നായകന് മനസ്സിലായോ എന്ന് നായിക സംശയിക്കുന്നു. നായിക അവിടെ നിന്ന് പോയതും
അതും നായകൻ കണ്ണു തുറന്നു നോക്കുന്നു. നായകൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചതായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് നായിക ഇനിയും മണ്ടിയായി അഭിനയിക്കുമോ എന്ന് നായകൻ നോക്കാനായിട്ടാണ് ഇതെല്ലാം ചെയ്തത്. നായികയ്ക്ക് ഫോണ് തിരിച്ചു കിട്ടിയതുകൊണ്ട് അതിൽ മുന്നത്തെ ഭാവി ഭർത്താവിന്റെ ഒരുപാട് കള്ളക്കളികൾ ഉണ്ടായിരുന്നു. അതെല്ലാം മറ്റൊരാളോട് നായിക പറയുകയും ചെയ്തു. ഇനി ഭാവി ഭർത്താവ് പ്രസ് കോൺഫറൻസ് വിളിക്കാൻ നിൽക്കുകയാണെന്നും നടന്നതെല്ലാം ശരിയാക്കാൻ നോക്കുകയാണെന്നും അയാൾ പറയുന്നു. ആ സമയത്ത് നായിക പറയുന്നു, ഞാനെന്നാ അതിന് സമ്മതിക്കില്ല. ഞാൻ ഇവരുടെ ശരിയായ മുഖം എല്ലാ റിപ്പോർട്ടേഴ്സിന് മുന്നിലും വെക്കും, എന്നിട്ട് ഇവരെ നേരെ ഞാൻ നരകത്തിലേക്ക് അയക്കുമെന്ന് പറയുന്നു. ഈ സമയത്ത് ആ ഭാവി ഭർത്താവ് നായികയുടെ സ്റ്റെപ്പ് സിസ്റ്ററിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കമ്പനിയിലെ അസിസ്റ്റന്റ് വന്ന് ഈ പ്രശ്നം കാരണം നമ്മുടെ ഷെയർസ് എല്ലാം നിലം പതിച്ചു, കമ്പനി അസറ്റ് കൂടാതെ നിങ്ങളുടെ പേഴ്സണൽ അസറ്റ് കൂടി ഫ്രീസ് ആവാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഭാവി ഭർത്താവ് പറയുന്നു, എന്നാൽ നമുക്കൊരു പ്രസ് കോൺഫറൻസ് വിളിക്കാമെന്ന്. ഇനി ഇതൊന്നും ശരിയായില്ലെങ്കിൽ ഞാൻ നിന്നെ ആഫ്രിക്കയിലേക്ക് അയക്കുമെന്ന് നായികയുടെ സ്റ്റെപ്പ് സിസ്റ്ററിനോട് പറയുന്നു. നായിക ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നായികയുടെ മാനേജർ നായികയെ വിളിക്കുന്നു. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ അവിടേക്ക് വരുന്നു. നീ ചിത്രം വരയ്ക്കുകയാണെന്ന് ആന്റി പറഞ്ഞു. അത് ഞാൻ എവിടേക്ക് നോക്കാൻ വരുമ്പോഴേക്കും നീ വേറെ ആരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ചോദിക്കുന്നു. എന്നാൽ അത് മറച്ചു വെക്കാനായി നായിക വീണ്ടും മണ്ടിയെ പോലെ അഭിനയിക്കുന്നു. അങ്ങനെ പ്രസ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടതെല്ലാം തെറ്റാണ്, ഞങ്ങളെ മറ്റൊരു വ്യക്തി ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചതാണെന്ന് പറയുന്നു. അത് വേറെ ആരുമല്ല, ഞങ്ങളുടെ കമ്പനിയിലുണ്ടായിരുന്ന മുന്നത്തെ മാനേജർ ആണെന്ന് പറയുന്നു. ഇയാളെ ഞങ്ങൾ 1 മാസം മുന്നേ പിരിച്ചുവിട്ടതാണെന്നും പറയുന്നു. അപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊല്ലുമെടാ എന്ന് പറഞ്ഞ് ഭാവി ഭർത്താവിന്റെ നേരിക്ക് ആ മാനേജർ ഓടി വരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർ അവനെ പിടിച്ചുകൊണ്ടുപോകുന്നു. ഇനി നായിക കാണിച്ച ഫോട്ടോന്റെ സത്യം എന്താണെന്നും കൂടി ചോദിക്കുന്നു. അതും നുണയാണ്, അത് ഫോട്ടോഷോപ്പിൽ ചെയ്തതാണെന്നും പറയുന്നു. അപ്പോൾ കമ്പനിയിലെ അസിസ്റ്റന്റ് വന്ന് ഭാവി ഭർത്താവിന്റെ ചെവിയിൽ പറയുന്നു, നമ്മുടെ കമ്പനി ഷെയർസ് ഒക്കെ തിരിച്ചു വരാൻ തുടങ്ങിയെന്ന്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ താഴേക്ക് വീഴുന്നു. ആ ഫോട്ടോയിൽ ഒരു പെൺകുട്ടിയെ കത്തിയോണ്ട് കുത്തുന്നതായിരുന്നു. ആ സമയത്ത് നായിക അവിടേക്ക് തപ്പുകൊട്ടിയിട്ട് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഇതെന്താ? ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടിയുടെ മുഖം മനുഷ്യനെ പോലെ ഉണ്ടല്ലോ, കൂടാതെ ആ കത്തിയോണ്ട് കുത്തുന്ന ആളുടെ മുഖം ഭാവി ഭർത്താവിനെ പോലെ ഉണ്ടല്ലോ എന്നും പറയുന്നു. ആ സമയത്ത് നായിക കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നും നായികയാണ് ഇതിന്റെ പിന്നിലെന്നും സ്റ്റെപ്പ് സിസ്റ്ററും ഭാവി ഭർത്താവും പറയുന്നു. ഇതെല്ലാം ഞങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നീ മുട്ടുകുത്തി മാപ്പ് പറയണമെന്ന് നായികയോട് പറയുന്നു. അപ്പോൾ ആരാണ് മാപ്പ് പറയാൻ പോകുന്നതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ നായിക ഒരു ഫോണ് പുറത്തെടുക്കുന്നു. അത് കണ്ടതും രണ്ടാളും ഞെട്ടുന്നു. എന്നിട്ട് അതിലൊരു ഓഡിയോ പ്ലേ ചെയ്യുന്നു. അതിൽ ഇവർ കമ്പനി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിന്റെയും അവർ തമ്മിലുള്ള ബന്ധത്തെയും പറ്റിയിട്ടുള്ള ഓഡിയോ ആയിരുന്നു. അപ്പോൾ തന്നെ അവിടെയുള്ള റിപ്പോർട്ട് ഇവരുടെ ഓരോരോ ക്രൈമായി പറയുകയും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ ഇവരെ എക്സ്പോസ് ചെയ്യുമെന്നും പറയുന്നു. ഭാവി ഭർത്താവ് ഇത് കേട്ടതും ദേഷ്യപ്പെട്ട് അവരോട് വായർച്ചിരിക്കാനും നായികയോട് നീ ആരാണെന്നും ചോദിക്കുന്നു. അപ്പോൾ നായിക കെട്ടിയിരുന്ന മാസ്ക് ഊരിയിടുന്നു. എന്നിട്ട് താനാണ് വെൻഷി എന്ന് പറയുന്നു. എന്നാൽ ഭാവി ഭർത്താവ് നേരത്തെ നായികന്റെ ഒപ്പം കണ്ടതുകൊണ്ട് അങ്ങനെ വരാൻ വഴിയില്ല, നീ ആ മണ്ടിയല്ലേ എന്ന് പറയുന്നു. പിന്നെ വെൻഷിയുടെ അടുത്തുള്ളതുപോലെ നിന്റെ വലതു കയ്യിൽ ബർത്ത് മാർക്ക് ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് നായിക പറയുന്നു, ഓ നിങ്ങൾക്കാർക്കും അതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ, അത് വെറും ഒരു ടെമ്പററി ടാറ്റു ആണെന്ന് പറയുന്നു. അങ്ങനെ വാക്ക് തർക്കം കൂടിയപ്പോൾ ഭാവി ഭർത്താവ് നായികയെ പിടിച്ച് പുറത്താക്കാൻ പറയുന്നു. എന്നാൽ ഈ സമയത്ത് കറക്റ്റായി നായകൻ അവിടേക്ക് വരുന്നു. നായകനെ കണ്ടതും അവിടെയുള്ളവര് കൺഫ്യൂസ് ആവുന്നു. നായകൻ എന്തിനാണ് അവിടേക്ക് വന്നത്, ഇതും നായകനുമായിട്ട് എന്താണ് ബന്ധമെന്ന് അവർ ആലോചിക്കുന്നു. നായകൻ അവിടേക്ക് ഒരു ഫയൽ കൊണ്ടുവരുന്നു. അതിൽ വെൻഷിയും നായികയും ഒരാളാണെന്നുള്ള പ്രൂഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഫേക്ക് ആണ് പറഞ്ഞ ഭാവി ഭർത്താവ് അത് താഴേക്കിടുന്നു. നായികയോട് ഭാവി ഭർത്താവ് പറയുന്നു, നീയാണ് വെൻഷിയെന്ന് തെളിയിക്കാൻ ഞാൻ നിനക്കൊരു അവസരം തരാം, പക്ഷെ അത് നീ തെളിയിക്കാതെ ഇരുന്നാൽ നീ ഞങ്ങളുടെ മുന്നിൽ മുട്ടൂത്തി മാപ്പ് ചോദിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് അവിടേക്ക് ഒരു ലോക്കർ കൊണ്ടുവരുന്നു. ശരി, ഞാൻ ഇത് തുറന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ മുട്ടൂത്തി മാപ്പ് ചോദിക്കാം എന്ന് നായിക പറയുന്നു. പക്ഷെ അത് നായികയ്ക്ക് തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവിടെയുള്ളവരെല്ലാവരും നായികയ്ക്ക് നേരെ തിരിയുന്നു. നായിക അത് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് മുട്ടൂത്തി മാപ്പ് ചോദിക്കാൻ പറയുന്നു. പക്ഷെ അതിലൊരു സംശയമുള്ളതുകൊണ്ട് നായകൻ തന്റെ അസിസ്റ്റന്റിനോട് പറയുന്നു, നിനക്ക് ഞാൻ ഒരു 3 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ ഇത് ശരിയായ ലോക്കറാണോ എന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. ഉടനെ തന്നെ അസിസ്റ്റന്റ് പോയിട്ട് ശരിയായ ലോക്കർ കണ്ടുപിടിക്കുന്നു. അത് നായിക തുറക്കുകയും ചെയ്യുന്നു. അതിനുള്ളിൽ ഒരു മാലയിൽ കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അവിടെയുള്ളവർക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നായകൻ നായികയോട് പറയുന്നു, നീ ഒട്ടും പേടിക്കേണ്ട, പോലീസിനെ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്. പോലീസ് വന്നപ്പോഴേക്കും ഭാവി ഭർത്താവ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂ എന്ന് നായികയുടെ കൈ പിടിച്ച് പറയുന്നു. പക്ഷെ നായിക അവളോട് പറയുന്നു, നിങ്ങൾ അന്ന് വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ തന്നെ നിന്റെ സിസ്റ്റർ മരിച്ചുപോയെന്ന്. ശേഷം പോലീസ് അവളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഭാവി ഭർത്താവ് ഓടിപ്പോയിട്ട് ഒരു അടഞ്ഞ ഡോറിന്റെ മുന്നിൽ എത്തുന്നു. പിന്നാലെ നായികയും ഭാവി ഭർത്താവ് തന്നെ രക്ഷിക്കാൻ നായികയുടെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് ചോദിക്കുന്നു. നായിക അപ്പോൾ പറയുന്നു, നീ എന്റെ മാപ്പ് അർഹിക്കുന്നില്ല എന്ന്. അപ്പോൾ നായികയെ ഉപദ്രവിക്കാൻ അയാൾ ശ്രമിക്കുന്നു. പക്ഷേ നായിക അയാളെ ചവിട്ടി വീഴ്ത്തുന്നു. ശേഷം പോലീസ് അവിടേക്ക് വന്ന് അയാളെ കൊണ്ടുപോകുന്നു. അങ്ങനെ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർത്ത് നായകനും നായികയും ഒന്നിക്കുന്നു.